ആഗസ്റ്റ് 29 വിശുദ്ധ സാബിന. റോമ സാമ്രാജ്യത്തിലെ ഉംബ്രിയായിൽ ജനിച്ച വിശുദ്ധ സാബിന ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നു. വലന്റൈൻ എന്ന സമ്പന്നൻ്റെ ഭാര്യയായിരുന്നു അവർ. റോമൻ ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്ന സാബിനിയെ യേശുവിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് അവളുടെ ഭൃത്യയായ സെറാഫിയായിരുന്നു. പിന്നീട് ഇരുവരും യേശുവിൻ്റെ നാമത്തിൽ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. പ്രാർത്ഥനയുടെയും ദൈവസ്നേഹത്തിൻ്റെയും ശക്തി സാബിനിയെ മനസ്സിലാക്കി കൊടുത്തത് അവളുടെ ഭൃത്യയായിരുന്നു. ആദ്യമൊക്കെ സെറാഫിയയുടെ പ്രാർത്ഥനയും രീതികളും സാബിനയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. പക്ഷേ ക്രമേണ അവൾ തൻ്റെ വേലക്കാരിയുടെ വിശ്വാസത്തെ തിരിച്ചറിഞ്ഞു. ക്രൈസ്തവർ രഹസ്യമായി നടത്തിയിരുന്ന കൂട്ടായ്മകളിൽ സെറാഫിയ പങ്കെടുത്തിരുന്നു. അഡ്രിയാൻ ചക്രവർത്തിയായിരുന്നു അന്ന് റോം ഭരിച്ചിരുന്നത്. ക്രൈസ്തവ വിരോധിയായ ചക്രവർത്തി നിരവധി ക്രൈസ്തവരെ കൊന്നൊടുക്കിയ കാലം. ഒരിക്കൽ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് മടങ്ങി വരവെ സെറാഫിയയെ സൈനികർ പിടികൂടി. വിചാരണയ്ക്കായി കൊണ്ടുപോയെങ്കിലും അവൾ തൻ്റെ വിശ്വാസം തള്ളിപ്പറഞ്ഞില്ല. ഉടൻ തന്നെ ശിക്ഷ വിധിക്കപ്പെട്ടു. സെറാഫിയ രക്തസാക്ഷിത്വം വരിച്ചുവെന്ന വാർത്ത അറിഞ്ഞപ്പോൾ സാബിന ഭയപ്പെട്ടില്ല. അവളുടെ വിശ്വാസം കൂടുതൽ ശക്തമാവുകയാണ് ചെയ്തത്. തന്നെ സത്യത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചുവിട്ട സെറാഫിയയുടെ മൃതശരീരം അവൾ ഏറ്റുവാങ്ങി യഥാവിധം സംസ്കരിച്ചു. സാബിനിയയുടെ ഈ പ്രവൃത്തി ചക്രവർത്തിയെ ക്ഷുഭിതനാക്കി. അവളെ പടയാളികൾ പിടികൂടി വിചാരണയ്ക്കായി കൊണ്ടുപോയി. എൽപിഡിഎസ് എന്നു പേരായ ജഡ്ജിയായിരുന്നു വിചാരണ നടത്തിയത്. കുടുംബപരമായും വിവാദത്താലും ഉന്നത കുടുംബിനിയായ സാബിനെയാണോ നീ എന്നായിരുന്നു ജഡ്ജിയുടെ ആദ്യ ചോദ്യം. അതെ, അത് ഞാൻ തന്നെ, അവൾ പറഞ്ഞു. നീ ക്രിസ്തുവിൻ്റെ വിശ്വാസിയാണോ? അതെ, എൻ്റെ വേലക്കാരിയായും അതേസമയം തന്നെ മാർഗദീപവുമായിരുന്നു സെറാഫിയ. അവൾ വഴിയായാണ് ഞാൻ പാപത്തിൻ്റെ ലോകത്തിൽ നിന്നു നന്മയുടെ ലോകത്തേക്ക് വന്നത്. എന്നെ നരകശിക്ഷയിൽ നിന്ന് സ്വർഗഭാഗ്യത്തിലേക്ക് എടുത്തുയർത്തിയത് അവളാണ്. നിന്റെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണോ? അതെ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു. സാബിനിയുടെ വിചാരണ ഇവിടെ അവസാനിച്ചു. സെറാഫിയയെ പോലെ തന്നെ അവളും മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. സാബിനിയുടെ ഈ വിചാരണയും അവളുടെ ജീവിതവും കഥകളായി പ്രചരിച്ചാണ് ഇന്നത്തെ തലമുറയിലെത്തിയത്. അതുകൊണ്ട് തന്നെ അവളെപ്പറ്റി കൂടുതലൊന്നും അറിഞ്ഞുകൂടാ. റോമിൽ സാബിനിയുടെ നാമത്തിൽ ഒരു വലിയ ദേവാലയമുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ സാബിന ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൾ നിർമ്മിച്ച ദേവാലയമാണ് അത് എന്നും വിശ്വസിക്കപ്പെടുന്നു. ഏതായാലും അനവധിയായ അത്ഭുതങ്ങൾ വിശ്വാസികൾക്ക് സാബിനിയുടെ നാമത്തിലൂടെ ദൈവം നൽകി. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ സാബിനിയെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ആമേൻ.